നമസ്കാരം. വോയിസ് ഓഫ് റോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ കണ്ടൻറ്റുള്ള വീഡിയോസുമായി ഞാൻ വരും. അത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണം, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സഹായിക്കാം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം എനിക്ക് മെസ്സേജായിട്ട് അയച്ചു തന്ന BH സീരീസ് ഭാരത് രജിസ്ട്രേഷൻ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഭാരത് രജിസ്ട്രേഷൻ കേരളത്തിൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പ്രതിപാദിക്കണം എന്ന് വിചാരിക്കുന്നു. ഭാരത് സീരീസ് കേരള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 സെപ്റ്റംബർ 2021 പരിഷ്കരിച്ച നിയമമാണ്. രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ അഡ്രസ്സ് ഉള്ളവർക്കോ ഉദ്യോഗം ചെയ്യുന്നവർക്കോ ഫാക്ടറികളിലെ ജോലിക്കാർക്കോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കോ ഒക്കെ ഉപയോഗിച്ച് ഒരു ടാക്സ് അടച്ച് നമ്പർ ബോർഡ് മേടിക്കാവുന്ന ഒരു രജിസ്ട്രേഷൻ പദ്ധതിയാണ് BH രജിസ്ട്രേഷൻ. അത് കേരളത്തിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നു. ആരംഭിക്കാനുള്ള ചർച്ചകളിലും പഠനങ്ങളിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് പോകുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. നിലവിൽ കേരള RTO BH സീരീസ് നമ്പർ പ്ലേറ്റ് നൽകുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ് ഈ പദ്ധതി അംഗീകരിക്കുകയും നിലവിലുള്ള പോർട്ടൽ സപ്പോർട്ട് ഒരുക്കുകയും ചെയ്ത ശേഷം മാത്രമേ കേരളത്തിൽ ഇത് ലഭ്യമാവുകയുള്ളൂ. ഇത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ കേരള ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഒരു കസ്റ്റമർ കൊടുക്കുകയുണ്ടായി. WPCN 28/511/2022 ഗവൺമെൻറ് ഓഫ് കേരള വേഴ്സസ് എന്നാണ് ആ കേസിൻ്റെ ഉള്ളടക്കം. ആ കേസിൽ എനിക്ക് BH രജിസ്ട്രേഷൻ വേണം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ വാദം. ഈ വാദത്തിനനുസരിച്ചിട്ട് കേരള ഗവൺമെൻറ്റിനോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിരുന്നു എന്താണ് ഇതിൻ്റെ തൽസ്ഥിതി എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠനം നടത്തി കേരളത്തിലെ റോഡ് ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടുള്ള പോർട്ടലിൽ അതിൽ പോർട്ടലിൽ ടാക്സ് മേടിക്കാനുള്ള പോർട്ടലിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് BH രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു അതിൻ്റെ നിലവിൽ ഇപ്പോഴത്തെ സ്ഥിതി. എന്നാൽ BH രജിസ്ട്രേഷൻ കേരളത്തിൽ ആരംഭിച്ചിട്ടും ഇല്ല. അത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. 25 ജൂലൈയിലെ സ്ഥിതി അനുസരിച്ചിട്ട് കേരള ഹൈക്കോടതിയിലെ കേസ് പ്രമാണിച്ച് ഇതിനെപ്പറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് ഗവൺമെൻറ് യഥാസമയം ഇതിന് പോർട്ടലിലെ ചേഞ്ചസുകൾ വരുത്തി തീരുമാനം എടുക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഇതിനെപ്പറ്റി പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പിനോടും ഫിനാൻസ് വകുപ്പിനോടുമാണ്. ഈ BH രജിസ്ട്രേഷൻ കേരളത്തിൽ ആരംഭിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും പോയി രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിൽ വന്ന് രജിസ്റ്റർ ചെയ്യും. അതുകൊണ്ട് കേരള ഗവൺമെൻറ്റിന് റോഡ് ടാക്സ് കിട്ടും, GST വിഹിതവും കിട്ടും. നമുക്ക് കിട്ടേണ്ട ഒരു വരുമാനം നമ്മൾ എന്തിനു വേണ്ടിയാണ് കളയുന്നത്? അതുകൊണ്ട് ഇതിനകത്ത് എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിച്ച് BH രജിസ്ട്രേഷൻ കേരളത്തിൽ നൽകുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിനോട് വിനീതമായി അഭ്യർത്ഥിക്കുകയും കൂടെ ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനം കിട്ടുക തന്നെ വരും. കേരളത്തിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന്, കേരളത്തിലെ റോഡ് ഉപയോഗിക്കുന്നതിന് കേരളത്തിൽ റോഡ് ടാക്സ് അടയ്ക്കണം എന്ന ചട്ടം ഇരിക്കെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ആ വരുമാനം കേരള ഗവൺമെൻറ് തന്നെയാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാതെ പോകുന്നു. അതോ ഇനി എന്താണ് അതിനകത്ത് പ്രശ്നങ്ങൾ എന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിന് കിട്ടാനുള്ള നികുതി കേരളത്തിന് തന്നെ കിട്ടും. ഈ രജിസ്ട്രേഷൻ കൊണ്ട് ഉപകാരപ്പെടുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കോ മറ്റു സംസ്ഥാനങ്ങളിൽ ബ്രാഞ്ചസ് ഉള്ള മറ്റ് പ്രൈവറ്റ് മേഖലയിലുള്ള സ്ഥാപനങ്ങളിൽ ആൾക്കാർക്കായിരിക്കും. അത് കേരളത്തിൽ പെർമനൻ്റ് അഡ്രസ്സുള്ള ആൾക്കാരാകുമ്പോൾ ആ വാഹനങ്ങൾ കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും എന്നുള്ളത് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. ഇതിനകത്തൊരു മാറ്റം എത്രയും പെട്ടെന്ന് കോടതി നിർദ്ദേശത്തെ മോട്ടോർ വാഹന വകുപ്പും ഫിനാൻസ് വകുപ്പും ഇതിന് നല്ലൊരു തീരുമാനവുമായി വരും എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം